ഗുഡ് ഈവനിങ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തേ. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വർക്ക് ഡണ്ണും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് പ്രോബ്ലം സെക്ഷൻ അറിയാലോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് മീൻസ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ് മെയിൻലി വരുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് നമുക്കറിയാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഫീൽഡ് ഉണ്ട്. ദെൻ നമുക്ക് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ ഫീൽഡ്, ഇങ്ങനെ പല കേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ മെയിൻലി നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ നമ്മുടെ എലാസ്റ്റിക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കാരണം കിട്ടുന്ന ആ ഒരു പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എം ജി എച്ച് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇതിനകത്ത് റിവൈസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നമുക്കറിയാം ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയായിരിക്കും വരുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി. ഓക്കെ. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, ഒരു മെറ്റീരിയലിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാരണം എന്ത് ചെയ്യുന്നത്, ഒരു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. കാരണം നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ കയ്യിൽ വെച്ച് നല്ലോണം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയാണ്. ഓക്കെ. അപ്പോൾ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആ റബ്ബർ ബാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്, ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് വരുന്നുണ്ട്. ശരിക്കും അതെന്താണ്, അതിന്റെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മൾ സ്പ്രിങ്, നിങ്ങളുടെ ഹെലിക്കൽ സ്പ്രിങ്ങിൽ തന്നെ നിങ്ങൾ ഹെലിക്കൽ സ്പ്രിങ്ങിൽ മാസ് അറ്റാച്ച് ചെയ്യുന്തോറും എന്ത് ചെയ്യും, ആ മാസ് അറ്റാച്ച് ചെയ്യുന്തോറും താഴോട്ട് താഴോട്ട് എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ അതിൽ ആ ഒരു മാസ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഒരു എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കേസാണ് നമ്മുടെ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റിയൽ ലൈഫിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ദെൻ നമുക്ക് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒന്നുമല്ല, ജസ്റ്റ് എന്താണ് അവിടെ വരുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റബ്ബർ ബാൻഡ് ആണെങ്കിൽ അതിലുണ്ടാകുന്ന എന്താണ് സ്ട്രെച്ചിങ്, അതിന്റെ സ്ട്രെച്ചിങ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി കൂടുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന റബ്ബർ ബാൻഡിൽ എന്ത് ചെയ്യത്തില്ല, അത്രയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവണമെന്നില്ല. നമ്മൾ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അതിനവിടെ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് എപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എന്ത് ചെയ്യും, അതവിടെ കൈനറ്റിക് എനർജി ആയിട്ട് എന്ത് ചെയ്യും, അവിടെ മാറും. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ കേസ്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞൊരു എക്സാമ്പിൾ നമ്മുടെ അമ്പും വില്ലും പറയുന്നുണ്ട്. ഓക്കെ. അതിൽ ബോ ആൻഡ് ആരോ. ബോയിൽ അറിയാലോ, ബോ നമ്മൾ എന്ത് ചെയ്യും, നല്ലവണ്ണം വളച്ച് പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളതിനെ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ആരോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ആ ബോയിൽ ശരിക്കും എന്ത് ടെൻഷൻ ആക്ട് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ടെൻഷനാണ് വിച്ച് ഈസ് ഡ്യൂ ടു ദ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ. അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനോ മറ്റൊരു ഫോഴ്സിനോ എന്തില്ല, ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് ഫ്രീലി ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. ഒരു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഇതേ കേസ് തന്നെയാണ് റബ്ബർ ബാൻഡിൽ വരുന്നത്. ഇവിടെ റബ്ബർ ബാൻഡിന്റെയും ആ ഒരു കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി, അപ്പോൾ നമുക്ക് എന്ത് പറയാം, എന്താണ് എലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിന് അതിന്റെ ഒറിജിനൽ ഷേപ്പ് ഒരു ഡീഫർമേഷൻ ശേഷം വീണ്ടും റീഗെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതെന്തെന്ന് പറയാൻ പറ്റും. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് എലാസ്റ്റിക് മെറ്റീരിയൽ. ഇല്ലെങ്കിൽ എന്തെന്ന് പറയും, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയും. ഓക്കെ. എലാസ്റ്റിക് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. നമ്മൾ മെറ്റീരിയൽസിനെ മെയിൻലി രണ്ടായി ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ക്ലാസിഫിക്കേഷൻ ഇവിടെ ഇല്ല, ഞാൻ എന്നാലും എലാസ്റ്റിസിറ്റി പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എലാസ്റ്റിക് മെറ്റീരിയലും പ്ലാസ്റ്റിക് മെറ്റീരിയലും. പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വൺസ് നമ്മൾ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പിന്നീട് അത് റീഗെയിൻ ചെയ്ത് ഒറിജിനൽ ഷേപ്പിലോട്ട് വരത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, PVC, പോളിവിനൈൽ ക്ലോറൈഡ് മെറ്റീരിയൽസ്, ദെൻ നമ്മുടെ വാക്സ്. ഓക്കെ. മെഴുക്, നമ്മൾ മെഴുക് ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ആ ഷേപ്പിൽ തന്നെ ഇരിക്കും. ഇതൊക്കെ എന്താണ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ്. എലാസ്റ്റിക് മെറ്റീരിയൽസ് ആയിരിക്കും എന്തായിരിക്കും, റബ്ബർ. ഇതൊക്കെ എന്താണ്, റബ്ബർ എല്ലാം നമ്മുടെ എന്താണ്, ഇറ്റ് ഈസ് എ എക്സാമ്പിൾ ഫോർ എലാസ്റ്റിക് മെറ്റീരിയൽ. പിന്നെ നമ്മുടെ മെറ്റൽസിൽ ചിലതൊക്കെ എന്താണ്, എലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എലാസ്റ്റിക് മെറ്റീരിയൽസും പ്ലാസ്റ്റിക് മെറ്റീരിയൽസും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു അറ്റ് എ ഡിസ്റ്റൻസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോഴ്സ് കാരണം ഒരു എക്സ് ഡിസ്റ്റൻസിൽ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ട്രിങ്ങിന്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു സ്പ്രിങ്ങിന് അവിടെ എന്തുണ്ട്, ആ ഒരു ഫോഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് കൊടുക്കാൻ പറ്റും. ആ കെയിൽ നമുക്ക് വിളിക്കുക എന്തെന്ന് പറയുന്നതാണ്, ആ കെ ഈസ് കോൾഡ് ഫോഴ്സ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് പറയാം, ഈ ഒരു എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു വാല്യൂ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ എന്താണ്, നമ്മുടെ ഒരു എലാസ്റ്റിസിറ്റിയെ ബന്ധപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമലി വരുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറയുന്നത് നമുക്ക് കെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് ആ സ്പ്രിംഗിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ ബേസിൽ തന്നെ നമുക്ക് അവിടെ എന്ത് ഡിറ്റർമിൻ ചെയ്യണം, ആ വർക്ക് എനർജി തിയറം നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് വർക്ക് എനർജി തിയറം ഫോർ എ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ. അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ എലാസ്റ്റിക്കലി അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു വർക്ക്. ഓക്കെ. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ വർക്കായിട്ട് മാറുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നമ്മളവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ അതിനായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണ്, നമ്മൾ സ്പ്രിംഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഒരു സ്പ്രിംഗ് എടുക്കുവാണ്. അപ്പോൾ നമ്മളൊരു എക്സ് ആക്സിസ് വൈ ആക്സിസും കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു റിജിഡ് സപ്പോർട്ടിൽ വൈ ആക്സിസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റിജിഡ് സപ്പോർട്ടിൽ നമ്മൾ സ്പ്രിങ്ങിനെ അറ്റാച്ച് ചെയ്തിരിക്കുക. ഇത് തിരിച്ചു വെച്ചാൽ നിങ്ങൾ ഹെലിക്കൽ സ്പ്രിംഗ് ആയിട്ട് മാറും. ഓക്കെ. ആ ഒരു കേസാണ്. ഇപ്പോൾ ഒരു വെർട്ടിക്കൽ ഓസിലേഷൻ, സോറി ഹൊറിസോണ്ടൽ ഓസിലേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഹൊറിസോണ്ടൽ, അതായത്
ഒരു ചുമരിൽ എന്ത് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതെന്താണ് ഒരു ഹൊറിസോണ്ടൽ ഓസിലേഷൻസ് കാണിക്കാൻ വേണ്ടിയുള്ള സ്പ്രിംഗ് അറേഞ്ച്മെന്റ് ആണ് വച്ചിരിക്കുന്നത്. ഓക്കെ. That is considered ideal spring whose left end is attached to a vertical wall and the right edge is attached to a mass of m mass നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യൽ പൊസിഷൻ നമുക്ക് എന്തെടുക്കാം, ദാറ്റ് ഈസ് പൊസിഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും എം എന്ന് പറഞ്ഞ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. ഓക്കെ. എം മീൻസ് മാസ് ആണ്. ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു എക്സ് ഇസ് ഈക്വൽ ടു 0, എം ഇരിക്കുന്ന ആ ഒരു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പൊസിഷൻ ശരിക്കും എന്താണ് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. കാരണം നെയ്തർ ഇറ്റ് ഈസ് നോട്ട് സ്ട്രെച്ച് നോർ ഇറ്റ് ഈസ് റിലീസ്ഡ്. ഓക്കെ. ഓർ കംപ്രസ്ഡ്. ഓക്കെ. എന്ത് ചെയ്തിട്ടില്ല, കംപ്രസ് ചെയ്തിട്ടുമില്ല, എന്നിരുന്നാൽ എന്ത് ചെയ്തിട്ടുമില്ല, സ്ട്രെച്ച് ചെയ്തിട്ടുമില്ല. ഓക്കെ. രണ്ടിനും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ത് ചെയ്യാണ്, ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ എക്സിന് ലോങ്ങായിട്ട് ഇങ്ങോട്ട് പുള്ള് ചെയ്യുവാണ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങോട്ട് പുള്ള് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പുൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, ഇവിടെ ഒരു വർക്ക് ഡൺ നടന്നു നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ എത്രയാണ് വർക്ക് ഡൺ എന്ന് നമ്മളിവിടെ എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യണം. ദാറ്റ് ഈസ് മൂവിങ് ഫ്രം x1 ടു x2. ഓക്കെ. x1 നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ ആയിട്ട് എടുക്കാം. ദേ ഇവിടെ ആണ്. ഇപ്പോൾ ഈ ഒരു സ്പ്രിംഗ് സ്ട്രെച്ച്ഡും അല്ല കംപ്രസ്ഡും അല്ല. ഓക്കെ. നെയ്തർ സ്ട്രെച്ച്ഡ് നോ കംപ്രസ്ഡ്, രണ്ടിനെയും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എന്ത് ചെയ്യുവാണ്, അവിടെ നിൽക്കുവാണ്, നോർമലി ഇരിക്കുവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇനി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വിടുവാണ്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവിടെ ഒരു വർക്ക് ഡൺ നടക്കുക. കാരണം എക്സിൽ നിന്ന് അത് എന്തിലോട്ട് പോയി, എക്സിൽ നിന്ന് അത് x2 എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്കവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും ഫ്രം x1 ടു x2. ഓക്കെ. x1 മുതൽ x2 വരെ എന്ത് ചെയ്യാം, ഒരു ചേഞ്ച് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, ഒരു കൈനറ്റിക് എനർജി അവിടെ വരുന്നു പറയാം. അങ്ങനെ W is equal to half into k x2 square minus half into k x1 square എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഇസ് ക്യാൻ ബി റെപ്രസെന്റ് ആസ് W is equal to half k x2 square minus half k x1 square. ഓക്കെ. നമ്മൾ മുൻപത്തെ കേസിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റിൽ നമ്മൾ രണ്ടാം പ്രാവശ്യം ഒരു ഡെറിവേഷൻ ചെയ്യാൻ എടുക്കുന്നതെന്ന് തോന്നുന്നു. എന്താ, നിങ്ങൾ മുൻപ് കഴിഞ്ഞ സെക്ഷനിലും അവിടെ വർക്ക് എനർജിയിലും നമ്മൾ ഇതേ കാര്യം പഠിച്ചു. ഓക്കെ. അതുകൊണ്ടാണ് വീണ്ടും എഴുതിയിരിക്കുന്നത്, ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ഈ ഒരു സെക്ഷൻ ഒന്ന് റെഫർ ചെയ്താൽ മതി, സെക്ഷൻ 4.3. ഓക്കെ. അവിടെ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഇക്വേഷനിലോട്ട് വരാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആ ഒരു വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് എന്ത് കിട്ടും, ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യം നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, that is according to Newton's third law, the work done by the spring is negative of the work on the spring. Okay. അപ്പോൾ അതായത് ഈ ഒരു സ്പ്രിങ് അതിൽ കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു നെഗറ്റീവ് ആയിട്ട് കിട്ടും. ഓക്കെ. കാരണം ഇവിടുത്തെ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ബോഡി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ശരിക്കും വർക്ക് ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല എന്ത് ചെയ്യുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഇതിനെ റിസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്, റിസ്റ്റോർ ചെയ്ത് വരുന്ന സമയത്ത്. സോ അവിടുത്തെ വർക്ക് ഡൺ എന്തായിരിക്കും, ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ആ നെഗറ്റീവ് വാല്യൂ കാണിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, കാരണം ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് റിയാക്ഷൻ ആയിട്ട് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും, അത് നെഗറ്റീവ് സൈനിലാണ് നമ്മൾ കാണിക്കുന്നത്. സോ അവിടുത്തെ വർക്ക് എന്ത് എടുക്കുന്നുണ്ട്, W is equal to minus half into k x2 square minus half into k x1 square എന്ന് എടുക്കുന്നു. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനൊന്ന് റിവേഴ്സ് ചെയ്ത്, കാരണം ഈ മൈനസ് മാറ്റി നമ്മൾ എന്ത് ചെയ്തു, മൈനസ് അവിടെ കൊടുത്ത് എന്ത് ചെയ്യും, തിരിച്ചു വരും, ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതി. സോ അവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ x1 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു കെ x2 സ്ക്വയർ. അത് അവിടുത്തെ ന്യൂട്ടന്റെ തേർഡ് ലോയുടെ ബേസിൽ എന്താ എടുത്തത്, അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്തു, കൺസിഡറേഷനിൽ എടുത്തിട്ടുണ്ട്, റിയാക്ഷൻ വർക്ക് കൂടി. ഓക്കെ. ആ ഒരു കേസിൽ നമുക്ക് അത് അവിടെ എന്ത് ചെയ്തു, അവിടെ കിട്ടിയത്. ഓക്കെ. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡബ്ല്യു എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു സബ്സ്ക്രിപ്റ്റ് ആണ്, ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, എലാസ്റ്റിക് വർക്ക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിൽ when x1 and x2 are positive, that is x2 is greater than x1, the spring does a negative work on which the mass moves positive direction. അതായത് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ, ഓക്കെ, x1 ഇവിടെ ആണല്ലോ, x2 ഇങ്ങോട്ടാണ്. ഓക്കെ. x1ന്റെ വാല്യൂ that is x2 is greater than x1. Okay. x1ന്റെ വാല്യൂ കാട്ടിയും x2 കൂടുവാണെങ്കിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു നെഗറ്റീവ് വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദാറ്റ് ഈസ് ദ മാസ് വിച്ച് വിൽ മൂവ്സ് ഓൺ എ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ വൈൽ സ്പ്രിംഗ് പുൾസ് ഇറ്റ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. എന്തുകൊണ്ടെന്ന് മനസ്സിലായോ, കാരണം ഇത് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ, ഓക്കെ, ആരോ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുന്നു. സോ ഇതാണ് x1ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ x1, ഇവിടെ x2. ഓക്കെ. അപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു മാസിന് ഇവിടെ എത്തിക്കുന്ന സമയത്ത് എന്റെ ഉദ്ദേശം മാസ് ഇവിടെ വരിക. ഓക്കെ. പക്ഷെ സ്പ്രിങ്ങിന്റെ ആ ഒരു ടെൻഡൻസി എന്താണ്, ഇതിനെ തിരിച്ചോട്ട് റിസ്റ്റോർ ചെയ്യുക. ഓക്കെ. അതാണ് അതിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ നമുക്കൊരു നെഗറ്റീവ് സൈൻ കിട്ടുന്നത്. ഓക്കെ. നെഗറ്റീവ് സൈൻ കിട്ടുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത തിരിച്ച ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ദാറ്റ് ഈസ് ദ മാസ്
when the negative direction, the mass slows down when both x1 and x2 are positive, and when x2 is greater than x1, the spring does a positive work, that is mass will speed up. അതായത് ഞാൻ ഇനി ഇതിപ്പോ സ്ട്രെച്ച് ചെയ്തു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു റബ്ബർ ബാൻഡിൽ ഒരു എൻഡിൽ എന്തെങ്കിലും ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് വലിച്ചു നോക്കാം. ഓക്കെ, നിങ്ങളൊന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ റബ്ബർ ബാൻഡ് എന്ത് ചെയ്യും, ആ ഒരു മാസിനെ തിരിച്ചെന്ത് ചെയ്യും, എടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ആ റബ്ബർ ബാൻഡ് ശരിക്കും കംപ്രസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഹെലിക്കൽ സ്പ്രിങ്ങും പറ്റില്ല. എന്തെങ്കിലും ഒരു സാധാ സ്പ്രിങ് എടുത്ത് നോക്കുക. ഓക്കെ, നമ്മുടെ പേനയുടെ റീഫിലൊക്കെ വരുന്ന സ്പ്രിങ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്പ്രിങ്ങോ അങ്ങനെ എന്തെങ്കിലും എടുത്തൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക. ഓക്കെ, ശരിക്കും റബ്ബർ ബാൻഡ് നമുക്ക് കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇല്ലാതെയും കുഴപ്പമില്ലായിരുന്നു, റബ്ബർ ബാൻഡ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്യുന്നതോറും എന്ത് ചെയ്യും, അത് കംപ്രസ് ചെയ്യുന്നതോറും ഈ മാസ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്ന ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ചാലും മതി. അല്ലെങ്കിൽ മാസിന് ഫ്രണ്ടിലോട്ട് വേണ്ട ഒരു ഫോർവേഡ് ടെൻഡൻസി എന്തായിരിക്കും അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വർക്ക് നമ്മൾ എടുക്കും, പോസിറ്റീവ് ആയിരിക്കും എന്ത് ചെയ്യും നമ്മൾ അവിടെ എടുക്കുന്നത്. ഓക്കെ, ദ സ്പ്രിംഗ് ക്യാൻ ബി സ്ട്രെച്ച്ഡ് ആസ് വെൽ ആസ് കംപ്രസ്ഡ്. ഇൻ ദ കേസ് ഓഫ് കംപ്രഷൻ ദ വി വിൽ സ്റ്റിൽ വാലിഡ്. ഓക്കെ, രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് ഒരു വർക്ക് എനർജി തിയറം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഹാഫ് കെ എക്സ് സ്ക്വയർ ഇൻ ദ ഇക്വേഷൻ ഈസ് കോൾഡ് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഈസ് ഡിനോട്ട് ബൈ UEL. ഓക്കെ, ഈ ഹാഫ് കെ എക്സ് സ്ക്വയർ നമുക്ക് എന്ന് എടുക്കാൻ പറ്റും, ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ദ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അതായത് ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ഓർ ദ വർക്ക് ഡൺ ഇൻ ദ എലാസ്റ്റിക് റീജിയൻ. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ആസ് ദ ചേഞ്ച് ഇൻ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേംസ് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ സാധിക്കും. ഓക്കെ, എലാസ്റ്റിക് പൊട്ടൻഷ്യൽ ഇതേ വാല്യൂ തന്നെ നമുക്ക് കൈനറ്റിക് എനർജി നോക്കുമ്പോഴേ കിട്ടും. ഓക്കെ, അവിടുത്തെ കേസിൽ ഇതേ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, കൈനറ്റിക് എനർജിയുടെ ടേംസ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളതൊരു സ്റ്റെപ്സിലൂടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് മുൻപ് എപ്പോഴോ ഏതൊരു ചാപ്റ്ററിൽ. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിലാണെന്ന് തോന്നുന്നു, വെക്ടേഴ്സിലല്ല, തൊട്ട് താഴെ വന്നൊരു ചാപ്റ്ററിൽ. ഓക്കെ, ആ ഒരു ന്യൂട്ടൺ തേർഡിൽ വർക്കിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് ബിഗിനിങ് ആ സ്റ്റെപ്പ് നമ്മളോട് ചെയ്തിരുന്നു. ഓക്കെ, പോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ക്യാൻ ബി WEL ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്, WEL is equal to UEL1 minus UEL of 2 അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയാം. That is, the equation says that when WEL is positive, UL decreases. The spring loses the elastic energy. Okay, loses energy. That is elastic potential. വർക്ക് എനർജി തിയറത്തിന്റെ ബേസിസിൽ നമുക്ക് എന്ത് പറയാം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ടോട്ടൽ കൈനറ്റിക് എനർജി ദാറ്റ് ഇസ് ഈക്വൽ ടു WEL ആണ്. ഓക്കെ, ദാറ്റ് ഇസ് K2 minus K1 is equal to UEL1 minus UEL2. Okay, or K2 plus UEL twice is equal to K1 plus UL2 എന്ന് കിട്ടും. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളത് മുൻപത്തെ സെക്ഷനിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. നമുക്കവിടെ ആ ഒരു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ കേസും അതുപോലെ തന്നെ ആ ഒരു വർക്ക് ഡൺ ഇനിക്വലന്റ് ആണെന്നും ഒക്കെ ആ പറഞ്ഞ കാര്യമൊക്കെ ഒന്നുകൂടി ഒന്ന് റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ടോപ്പിക്സ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ സിറ്റുവേഷൻ വിത്ത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിന്റെ അതർ വർക്ക് ആണ്. ഇത് വേറൊന്നുമില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹെലിക്കൽ സ്പ്രിങ് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ഹെലിക്കൽ സ്പ്രിംഗ് എക്സ്പെരിമെന്റ് കണ്ടക്റ്റീവ് ആണ്. ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി, ശരിക്കും നിങ്ങൾ ആ ഒരു സ്പ്രിങ്ങിന്റെ കേസ് കൊണ്ട് മാത്രമാണോ മാസ് താഴോട്ട് വരുന്നത്, അല്ലെങ്കിൽ അത് സ്പ്രിങ്ങിന്റെ ഒരു ആക്ഷൻ ആയത്, സ്പ്രിങ്ങിന്റെ ഒരു റിയാക്ഷൻ ആയതെങ്കിൽ മാസ് താഴോട്ട് വരുമോ, വരത്തില്ല. ആ മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു സ്പ്രിങ് എക്സ്റ്റാൻഡ് ചെയ്ത് വരേണ്ട ഒരു റീസൺ ആരാണ്, ഗ്രാവിറ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യേണ്ട ആ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന ആരാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇൻ കേസ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാതെ എന്ത് ചെയ്യത്തില്ല, അതവിടെ ഒരു ഓസിലേഷൻസും കാണിക്കത്തില്ല. ഓക്കെ, എന്ത് ചെയ്യും, സ്പ്രിങ് വെറുതെ അവിടെ റെസ്റ്റിലേ നിൽക്കത്തുള്ളൂ. നമ്മൾ എത്ര മാസ് അറ്റാച്ച് ചെയ്താലും എന്ത് ചെയ്യും, അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കും. കാരണം എന്തുകൊണ്ടാണ്, കാരണം അവിടെ താഴെ എന്തില്ല, ഗ്രാവിറ്റേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ആ മാസിനെ പുള്ളി എന്ത് ചെയ്യുന്നത്, താഴോട്ട് വരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ആ ഒരു സ്പ്രിങ്ങിൽ നിങ്ങളൊരു മാസ് അറ്റാച്ച് ചെയ്തു, നിങ്ങൾ ആ മാസിന്റെ ആ സ്ഥാനത്ത് ഒരു തെർമോകോൾ പീസാണ് അറ്റാച്ച് ചെയ്തെങ്കിലോ എന്തെങ്കിലും ഓസിലേഷൻ കാണിക്കുമോ, കാണിക്കില്ല. എന്തുകൊണ്ടാണ്, തെർമോകോൾ പീസിന്റെ മാസ് നെഗ്ലിജിബിളി സ്മോൾ ആണ്. സോ അത് നമ്മൾ M×G ചെയ്യുമ്പോൾ അവിടെ എന്ത് കിട്ടുന്നില്ല, ഫോഴ്സ് ഡൗൺവേർഡ് ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടോട്ടലി നമ്മൾ ഈ ഒരു എലാസ്റ്റിക് കേസ് നോക്കുമ്പോൾ അവിടെ എന്ത് മാത്രമല്ല, ശരിക്കും അവിടെ ഗ്രാവിറ്റേഷൻ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല, അല്ലെങ്കിൽ എലാസ്റ്റിക് വർക്ക് ഡൺ മാത്രമല്ല, എന്തുകൂടി വരുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ അവിടെ നമുക്ക് ഒരു എക്സ്ട്രാ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടി വരുന്നുണ്ട്. ഓക്കെ, അത് ആ ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ കേസിൽ. ഇനി ഇതിപ്പോൾ ഞാൻ ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ കേസാണ് പറഞ്ഞത്. നമ്മളിവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, ഒരു മാസ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കേസ് പറയാം, W എന്ന് വെച്ചാൽ വെയിറ്റ് താഴോട്ട് ആക്കി ചെയ്യുന്നു, പിന്നെ ഇതിന്റെ സ്പ്രിങ് ആ ഒരു കീയുടെ വാല്യൂ ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞതൊരു ഹൊറിസോണ്ടൽ സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണെങ്കിൽ, ഇങ്ങനത്തെ ആണെങ്കിലോ ഇവിടെ എന്താ ഈ സർഫസിൽ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഇല്ലേ. ഓക്കെ, നമ്മളിപ്പോ ഫസ്റ്റത്തെ സിറ്റുവേഷൻ പറഞ്ഞു, അവിടെ ആ ഒരു വർക്ക് ഡൺ എന്തുകൂടി വരാം, ഒന്ന് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഡൗൺവേർഡിലെ ഗ്രാവിറ്റേഷൻ ഒരു
ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു റിയാക്റ്റൻസ് പോലെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ടോട്ടൽ വർക്ക് ഡൺ മീൻസ് ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് W ഗ്രാവിറ്റേഷണൽ പ്ലസ് WEL പ്ലസ് W അതേഴ്സ്. അതേഴ്സ് പല കേസും വരാം. ഓക്കെ. അത് ഇത് തന്നെ വരണമെന്നില്ല. ഫ്രിക്ഷൻ ഫോഴ്സ് വരാം. ചിലപ്പോൾ എയർ റെസിസ്റ്റൻസ് ആയിരിക്കാം. ചിലപ്പോൾ ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹെലിക്കൽ സ്പ്രിംഗ് തന്നെ നേരെ എടുത്ത് ഒരു ലിക്വിഡ് കോളത്തിൽ ഇമ്മേഴ്സ് ചെയ്യണം. ഒരു വാട്ടർ ടാങ്കിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിനെ ഇമ്മേഴ്സ് ചെയ്യുന്നു. അപ്പോൾ വാട്ടർ ടാങ്കിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഇതിന്റെ ഓക്സിഡേഷൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും നമുക്ക് വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ആ വാട്ടറിന്റെ വിസ്കോസിറ്റി എന്തിന് ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ ഈ ഒരു ഹെലിക്കൽ സ്പ്രിംഗിലിരിക്കുന്ന ആ ഒരു മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവിടുത്തെ നമ്മൾ പുറത്ത് വെച്ച് ചെയ്യുന്ന ഓസിലേഷൻസ് ആയിരിക്കില്ല എവിടെ കാണുന്നത്? നമ്മൾ ഈ ഒരു വാട്ടറിനകത്ത് ഒരു വാട്ടർ ടാങ്കിനകത്ത് ഇതിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്പെരിമെന്റ് മാറ്റിയൊക്കെ കണ്ടക്ട് ചെയ്ത് നോക്കാം. ഓക്കെ. എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ടോട്ടൽ വർക്ക് ഡണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയും വേരിയേഷൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അനദർ ആയിട്ടുള്ള എത്ര എനർജീസ് ഒക്കെ അവിടെ വരുന്നു, അല്ലെങ്കിൽ വർക്ക് ഡൺ എനർജി അല്ല വർക്ക് ഡൺ എത്ര വരുന്നു എന്ന കേസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളവിടെ നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു കേസ് ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക ഈ ഒരു ടോപ്പിക്ക്. നമുക്ക് ഇതിന്റെ ആ ഒരു പ്രോബ്ലം സെക്ഷനിലോട്ട് പോകാം. ഓക്കെ. കാരണം നമ്മളിത് ക്ലാസ്സിൽ ഒരിക്കൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇനിയും ഡിസ്കസ് ടൈം ഒരുപാട് നമുക്ക് വേസ്റ്റ് ആവും. ഓക്കെ. നമുക്ക് പ്രോബ്ലം സെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പിന്നീട് ടൈം കിട്ടാതെയാവും. അപ്പോൾ നിങ്ങളൊന്ന് ഈ ടോപ്പിക്സുകൾ എന്ത് ചെയ്യുക ഒന്നുകൂടി ഒന്ന് നോക്കുക. നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ പറയുക. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമുക്കിനി പോർഷൻസ് അതിൽ റിവൈസ് ചെയ്യാനുണ്ട്. ഓക്കെ. ആ ഒരു ലാസ്റ്റത്തെ സെക്ഷനൊക്കെ, അതായത് ഓസിലേഷൻസിന് തൊട്ട് മുൻപത്തെ ആ ഒരു ചാപ്റ്റർ നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വെക്ടേഴ്സ് നമുക്ക് ഇനി റിവൈസ് ചെയ്യാനുണ്ട്. ഓക്കെ. അതിൽ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ. എന്തായാലും നോക്കുക. ഇതൊക്കെ അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നോക്കുക. നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കത് ഓരോ ക്ലാസ്സിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാണ്. പ്രോബ്ലം ഇങ്ങനെയാണ്. എ ബ്ലോക്ക് ഓഫ് മാസ് m is equal to 0.2 kilogram sits on a frictionless horizontal surface connected to a spring with a force constant k is equal to 5 Newton per meter. Pull the mass gently, stretches the spring by 1 centimeter, 0.1 centimeter and release it. The mass moves back towards in the equilibrium position. What is the velocity when x equal to 0.08 meter? Okay. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാസ് എം. ഓക്കെ. ഒരു മാസ് എം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് മാസ് എം. ഓക്കെ. അത് നമ്മുടെ മാസ് എം ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യാണ്? അതിരിക്കുന്നത് ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സർഫസിലാണ്. എന്തുകൊണ്ടായിരിക്കും ഫ്രിക്ഷൻലെസ് പറയുന്നത്? കാരണം അല്ലെങ്കിൽ നമ്മൾ ഫ്രിക്ഷന്റെ വർക്കിനും കൂടി നമ്മൾ കൺസിഡറേഷൻ എടുക്കണം. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടി ഫ്രിക്ഷൻലെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫ്രിക്ഷൻ അവിടെ ഇൻക്ലൂഡ് ചെയ്യണ്ട. സോ അവിടുത്തെ ഫോഴ്സ് കോൺസ്റ്റന്റ് എത്രയാണ്? 5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു മാസ് എന്ത് ചെയ്യണം? ഈ ഒരു 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെലിക്കൽ സ്പ്രിംഗിൽ അത്രയും എന്തായിരിക്കും? ഈസി ആയിരിക്കത്തില്ല ഇത് പുൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം എന്താണ്? നല്ല ബലമുള്ള ഒരു സ്പ്രിംഗ് ആണ് ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് എന്ത് ചെയ്തു? അവിടെ പുഷ് ചെയ്തു. നമുക്കങ്ങനെ പുഷ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? പുഷ് അല്ല, പുള്ളാണ്. വലിക്കുന്നതല്ലേ. ഓക്കെ. തള്ളുന്നതല്ലല്ലോ, വലിക്കുന്നതാ. ഓക്കെ. അപ്പോൾ നമുക്ക് പുള്ള് ചെയ്തു. പുള്ള് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഒരു 0.1 സെന്റിമീറ്റർ എന്ത് ചെയ്തു? ഇതവിടെ മൂവ് ചെയ്തു. സ്പ്രിംഗ് മൂവ് ചെയ്തു. ഓക്കെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ. ദിസ് വിൽ ബി ഇക്വിലിബ്രിയം. സോറി, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ x ഈക്വൽ ടു 0. നമ്മൾ എന്ത് ചെയ്യണം? ദേ ഇതുവരെ പുള്ള് ചെയ്തു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ. ദ മാസ് മൂവ് ബാക്ക് ടുവേഴ്സ് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. വാട്ട് ഈസ് ദ വെലോസിറ്റി വെൻ x ഈക്വൽ ടു 0.08 മീറ്റർ? ഓക്കെ. എക്സിന്റെ വാല്യൂ 0.80 മീറ്റർ ആയ സമയത്തുള്ള എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? വെലോസിറ്റി നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ. 0.08 മീറ്റർ ആയ സമയത്തുള്ള വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ. ഹിയർ ദർ ഇസ് നോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി സിൻസ് ദ മാസ് മൂവ് ഓൺ എ ഹൊറിസോണ്ടൽ പാത്ത്. ഓക്കെ. അതായത് ഇപ്പൊ ഈ ഒരു സർഫസിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നില്ല? ഗ്രാവിറ്റേഷൻ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് എടുക്കുന്നില്ല. കാരണം ഗ്രാവിറ്റേഷൻ ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുത്താലും നമ്മൾ 0 എന്ന് ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഒറ്റ സർഫസ് ആണ്, ലെവൽഡ് സർഫസ് ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ. വെയിറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ത്രൂ ഔട്ട് എന്താണ്? സെയിം ആണ്. സോ അവിടെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല? നമുക്കവിടെ അതിനൊരു ഡിപ്പെൻഡൻസി അവിടെ നമുക്ക് വരുന്നില്ല. ഓക്കെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. കാരണം ഗ്രൗണ്ടിലായിരിക്കുന്നത് എന്തായാലും ഫോഴ്സ് ഉണ്ട്. പക്ഷേ എല്ലായിടത്തും എന്താണ്? ഇത് മുതൽ ഇതുവരെ എന്ത് ചെയ്യുന്നത്? യൂണിഫോം തന്നെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതിന്റെ കൺസിഡറേഷൻ അവിടെ എടുക്കുന്നില്ല. സോ ദ ഓൺലി ഫോഴ്സ് ഇൻ ദ സിസ്റ്റം ഇൻവോൾവ്ഡ് ഈസ് ദ എലാസ്റ്റിക് ഫോഴ്സ്. എലാസ്റ്റിക് ഫോഴ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. അപ്പോൾ വെൻ ദ മാസ് മൂവ്സ്, എലാസ്റ്റിക് പൊട്ടൻഷ്യൽ ഈസ് കൺവേർട്ടഡ് ഇൻടു
കൈനറ്റിക് എനർജി. ഓക്കെ. സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഓസിലേഷൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സിൻസ് ദെയർ ഈസ് നോ ഫ്രിക്ഷൻ ഫോഴ്സ് ഓൺ ദ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. ഓക്കെ. ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ ആ ഹീറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് മാറുമായിരുന്നു. ഓക്കെ. നമ്മൾ ഈ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു പുൾ ചെയ്ത് വിടുന്ന സമയത്ത് എന്ത് ചെയ്യാം? ആ ഒരു ഗ്രൗണ്ടുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർഫസുമായിട്ട് അതിങ്ങനെ ഒരു കോൺടാക്റ്റിൽ എത്തിയിട്ട് എന്ത് ചെയ്യാം? ഫ്രിക്ഷൻ ഫോഴ്സ് ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് ആയിട്ട് മാറുമായിരുന്നു. മെക്കാനിക്കൽ എനർജി അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. കാരണം എന്ത് ചെയ്യും? തെർമൽ എനർജി അവിടെ ജനറേറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ അത് ആ ഒരു കേസിലോട്ട് നമ്മൾ പോകണ്ട. ജസ്റ്റ് എന്ത് ചെയ്യാം? ആ മെക്കാനിക്കൽ സിസ്റ്റത്തിലെ എനർജി എന്താണ്? അവിടെ കൺസേർവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് K1 U1 ഈസ് ഈക്വൽ ടു K2 പ്ലസ് U2 ആണ്. ഓക്കെ. K1 പ്ലസ് U1 ഈസ് ഈക്വൽ ടു K2 പ്ലസ് U2 ആണ്. സോ നമ്മൾ x1 എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ x1 മീൻസ് ഏത് പൊസിഷനാ? x ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച ആ ഒരു പൊസിഷനാണ് എന്തെന്ന് പറയുന്നത്? x1 എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു 0.1 മീറ്റർ. ഓക്കെ. 0.1 സെന്റിമീറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. യൂണിറ്റ് ഉള്ള ഒരു കൺവേർഷനിൽ ചെറിയ ഇതുണ്ട്. ഇത് സെന്റിമീറ്റർ അല്ല, മീറ്ററാ. ഓക്കെ. എന്തായാലും അത് നിങ്ങളുടെ ഞാനത് മെയിൻ ടെക്സ്റ്റ് നോക്കിയിട്ട് പറയാം. മീറ്റർ ആണോ സെന്റിമീറ്റർ? എന്തായാലും യൂണിറ്റ് എനിക്ക് തോന്നുന്നു അത് മിക്കവാറും മീറ്റർ ആയിരിക്കണം. ഓക്കെ. മീറ്റർ ആയിരിക്കാനാണ് ചാൻസ്. സെന്റിമീറ്റർ ആയിരിക്കത്തില്ല. ഓക്കെ. മീറ്റർ ആയിരിക്കും. ഓക്കെ. 0.1 മീറ്റർ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എന്തായാലും നോക്കാം. അപ്പോൾ ഇത് ഇവിടെ സെന്റിമീറ്റർ മാറ്റാം കേട്ടോ. മീറ്റർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ. 0.1 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളതിനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഓക്കെ. 0.1 മീറ്റർ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. സോ അതാണ് അവിടുത്തെ x1 എന്ന് പറയുന്നത്. സോ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ വേർ ദ മാസ് ഈസ് റിലീസ്ഡ് ആൻഡ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ മാസ് ഈക്വൽ ടു x ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് വെൻ ദ മാസ് ഈസ് അറ്റ് പൊസിഷൻ x2 വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി അറ്റ് x2. അപ്പോൾ ഈ ഒരു 0.1 മീറ്ററിനും 0ക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആര് വരുന്നത്? 0.08 മീറ്റർ നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ. 0.08 മീറ്റർ. ഇത് സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ് കേട്ടോ. കാരണം ഇവിടെ മീറ്ററിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സെന്റിമീറ്റർ മീൻസ് ഒരുപാട് കുറഞ്ഞു പോകും. ഓക്കെ. അത്രയും കുറവല്ല. ഏതാ വരുന്നത്? മീറ്റർ തന്നെ യൂണിറ്റ് വരുന്നത്. ഓക്കെ. ഇവിടെ ഒന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒന്നിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് യൂണിറ്റിൽ. ഈ ടെക്സ്റ്റിൽ പ്രിന്റ് ചെയ്യിക്കുന്നതിൽ യൂണിറ്റുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കി കാൽക്കുലേഷൻ വലിയ എറർ ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നാലും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുവാണ്? നമുക്കവിടെ x2ന്റെ വാല്യൂ 0.08 മീറ്ററിലുള്ള വെലോസിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൈനറ്റിക് എനർജി റിലേഷൻസ് യൂസ് ചെയ്യാം. സോ ഹാഫ് m v1 സ്ക്വയർ പ്ലസ് ഹാഫ് k x1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് m v2 സ്ക്വയർ പ്ലസ് ഹാഫ് m k x2 സ്ക്വയർ എന്ന് എടുക്കാം. ഓക്കെ. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഓക്കെ. അപ്പോൾ രണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ രണ്ട് നമ്മളവിടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡിറ്റർമിൻ ദ V2 വാല്യൂ. ഓക്കെ. നമുക്ക് V2 വേണം. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ വാല്യൂസും നമുക്കുണ്ട്. നമ്മൾ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇക്വേഷൻസ് എന്ത് ചെയ്തു? നമ്മളവിടെ യൂസ് ചെയ്തു. സോ രണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഈ ഒരു ടേം മാത്രം എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. ഓക്കെ. ദാറ്റ് ഈസ് V2 സ്ക്വയർ. V2 സ്ക്വയർ മാത്രം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സോ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? V2 സ്ക്വയർ എന്ന് കിട്ടും. V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.09 ആണ്. V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.09. ഓക്കെ. റൂട്ട് ഓഫ് 0.09. അപ്പോൾ നമുക്കറിയാലോ റൂട്ട് മീൻസ് അവിടെ എന്ത് വരാം? ഒന്നുകിൽ പ്ലസ് വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് മൈനസ് വരാം. ഓക്കെ. പ്ലസ് ഓർ മൈനസ്. ഇതില് അതേപോലെ റൂട്ട് അങ്ങനെയാണ്. ഓക്കെ. കാരണം നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്താലും നെഗറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്താലും നമുക്ക് ഒരേ റിസൾട്ട് ആണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ 2 സ്ക്വയർ ചെയ്താലും -2 സ്ക്വയർ ചെയ്താൽ എന്തിന് കിട്ടും? 4 തന്നെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് നെഗറ്റീവ് സൈൻ ചൂസ് ചെയ്യാം. കാരണം എന്തുകൊണ്ടാ? ഇത് ബാക്കിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലായോ? കാരണം നമ്മളിവിടെ സ്ട്രെച്ച് ചെയ്തു പുൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. പുൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ റിലീസ് ചെയ്യുന്ന സമയത്ത് ബാക്ക്വേർഡ് അല്ലേ മൂവ് ചെയ്യും. അപ്പോൾ ബാക്ക്വേർഡ് ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ദാറ്റ് ഈസ് -0.30 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഇൻ കേസ് നിങ്ങൾ ഇനി മൈനസ് ഇട്ട് കൊടുക്കാൻ മറന്നാലും ആൻസർ കറക്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ. 0.3 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ എന്ത് ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാം? V2 സ്ക്വയറിന്റെ വാല്യൂ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 സ്ക്വയറിന്റെ വാല്യൂ മാത്രം എന്ത് ചെയ്യാം? അവിടുന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഏതൊരു നമ്പർ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്ക് ദേ ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. കണ്ടോ? x2ന്റെ വാല്യൂ. x2 ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 0.080 മീറ്റർ എന്ന് തന്നിരിക്കുന്നത് 0.060 എന്നുള്ള എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മെത്തഡ് ഫോർ ഫൈൻഡിങ് ദ വെലോസിറ്റി. ഓക്കെ. ആ ഒരു സ്പ്രിംഗ് മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഏതൊരു വെലോസിറ്റി, ഏത് ഇൻസ്റ്റന്റിലെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ that is in example 5.10 suppose the mass is pulled with a force F having the magnitude of 0.6
0.10 Newton in the positive x direction. What is the velocity of mass at a x equal to 0.100 meter? Okay. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മുടെ ഇപ്പൊ തൊട്ട് മുൻപേ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളിൽ അവർ പറയുന്നത് എന്താണ്? ദറ്റ് ഇസ് ദ മാസ് ഈസ് പുൾഡ് വിത്ത് എ ഫോഴ്സ്, കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ് ഹാവിംഗ് ദ മാഗ്നിറ്റ്യൂഡ് 0.610 ന്യൂട്ടൺ ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ. അപ്പൊ എക്സ് ഡയറക്ഷനിലോട്ട് നേരത്തെ എന്താ പറഞ്ഞത്? നമ്മൾ ജസ്റ്റ് പുൾ ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എത്ര ഫോഴ്സ് കൊടുത്ത് പുൾ ചെയ്തു എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ എഫ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആയ എത്ര കൊടുക്കുന്നുണ്ട്? ആ ഒരു 0.610 ന്യൂട്ടൺ എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ട് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ മാസ് അറ്റ് എക്സ് ഈക്വൽ ടു 0.1 മീറ്റർ. ഓക്കെ. 0.1 മീറ്ററിലെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ലെറ്റ് ദ ടൈം 0.1 ബി ടേക്കിംഗ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ. x1 നമ്മൾ എന്ത് ചെയ്യുവാണ്? x1 0 നമ്മൾ x1 equal to 0 എന്ന് എടുക്കുവാണ്. That's where the velocity is 0 and the point 2b at x equal to 0.100 meter where v2 have to calculate. Okay. അപ്പൊ ഇവിടെ ഇത് x equal to 0, അടുത്ത് ഇത് x1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? x2 നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് x2ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. x2 എത്രയാണ്? x2 നമുക്ക് അവിടെ 0.100 മീറ്റർ ആണ്. എത്ര ഡിസ്റ്റൻസ് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ. x1 നമുക്ക് അവിടെ 0 എന്ന് നമ്മൾ എടുക്കുന്നത്. അത് ഓൾറെഡി നമുക്ക് നേരത്തെ എന്ത് ചെയ്യാം? നേരത്തെ നമുക്ക് x1 നമുക്ക് എന്ത് ഇട്ടുണ്ട്? തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ നമുക്ക് ഏതിന്റെ വാല്യൂ തന്നിരിക്കുന്നത്? x2ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് അവിടെ ആ ഒരു ശരിക്കും എക്സ്റ്റേണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വർക്ക് ഡൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ. കാരണം നേരത്തെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുത്തില്ല. നമ്മൾ ജസ്റ്റ് അതിനെ പുൾ ചെയ്യുന്നു, ഒരു ലെങ്തിൽ കൊണ്ടെത്തിക്കുന്നു, ലെങ്തിൽ കൊണ്ടെത്തിച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ. അതാണ് സിറ്റുവേഷൻ. പക്ഷെ ഇപ്പൊ എന്താണ്? നമ്മൾ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യുന്നത്? പുള്ള് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? കാൽക്കുലേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. സോ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്ത് നോക്കാം. ദർ ഇസ് K1 U1 പ്ലസ് അതർ വർക്ക്. കണ്ടോ? അതായത് ഇനിഷ്യലി അവിടെ എന്ത് ചെയ്യുന്നു? ഒരു എക്സ്ട്രാ വർക്ക് ആര് ചെയ്യുവാണ്? ആ ഫോഴ്സ് അവിടെ ചെയ്യുവാണ്. അത് എന്ത് ഫോഴ്സ് എന്ന് പറയുന്നില്ല, എന്ത് ഫോഴ്സും ആണ്. ഓക്കെ. അവിടെ ഒരു വർക്ക് ഡൺ എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈസ് ഈക്വൽ ടു K2 U2. K2 U2 മീൻസ് എന്താണ്? സെക്കൻഡ് കേസിൽ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ജസ്റ്റ് അവിടെ നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്യുവാണ്. ഫോഴ്സ് നമ്മളൊന്ന് റിമൂവ് ചെയ്യുവാണ്. അപ്പോൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? നോർമലി ആ ഒരു കേസിൽ അതിന്റെ ഓസിലേഷൻ മാത്രമേ അവിടെ വരത്തുള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. That is K1 is equal to half into m v1 square which is equal to half m into v0 square എടുക്കാം. ഓക്കെ. v0 v1 നമുക്ക് എന്തെടുക്കാം? 0 എടുക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു x1 ആണ്. x1 0 ആണ്. സോ അവിടെ എന്തായിരിക്കും? ഇനിഷ്യലി എന്തില്ല? വെലോസിറ്റി അതിനില്ല. വെലോസിറ്റി 0 ആണ്. നമുക്ക് ആ ഒരു K1ന്റെ വാല്യൂ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ ഇവിടെയും നമുക്ക് ആ ഒരു ഫസ്റ്റ് കേസിൽ പൊട്ടൻഷ്യൽ ഒന്നുമില്ല. കാരണം എന്തുകൊണ്ടാ? ആ x1ന്റെ വാല്യൂ നമ്മൾ എന്തെന്ന് എടുത്തിരിക്കുന്നത്? 0 എന്ന്. ഓക്കെ. എന്തുകൊണ്ട് x1 0 എടുത്തത് മനസ്സിലായോ? കാരണം നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതില് അതിന്റെ ആ ഒരു ഡിസ്റ്റൻസ് കാരണം അല്ല എന്ത് കിട്ടുന്നത്? അതിന് ആ ഒരു എനർജി കിട്ടുന്നത്. ഓക്കെ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? ദാറ്റ് ഇസ് ഹാഫ് കെ x1 സ്ക്വയർ എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു x0 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. 0 സ്ക്വയർ എന്ന് കിട്ടും. x1ന്റെ അവിടെ 0 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ അവിടെ ഇനിഷ്യലി എന്തില്ല? അതിന് അതിൻ്റെതായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്പ്രിങ്ങിൻ്റെതായ രീതിയിൽ എന്തില്ല? അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കൈനറ്റിക് എനർജി ഇല്ല. രണ്ടുപേരും എന്തായിട്ട് പോകുന്നുണ്ട്? 0 ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ആര് മാത്രമാണ് ഉള്ളത്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മാത്രം. ഓക്കെ. കാരണം ഒരു സ്പ്രിങ്ങിനെ സംബന്ധിച്ച് അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ മാറ്റി എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഒരു കൈനറ്റിക് എനർജിയോ പൊട്ടൻഷ്യൽ എനർജിയോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ. സ്പ്രിങ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സമയത്ത്, ഓക്കെ, സ്പ്രിങ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സമയത്ത് അതിന് എന്തില്ല? ഒരു തരത്തിലുള്ള കൈനറ്റിക് എനർജിയോ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നില്ല? അതിനവിടെ വരുന്നില്ല. സോ അവിടെ നമുക്ക് ആകെ എടുക്കാൻ പറ്റുന്ന എന്താണ്? അതർ വർക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്ക്. എക്സ്റ്റേണൽ വർക്ക് നമുക്ക് നോർമലി നമ്മുടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് x2 മൈനസ് x1 ആണ്. സോ x2ന്റെ വാല്യൂ ഉണ്ട്. x2 എത്രയാണ്? 0.100 മീറ്റർ ആണ്. ഓക്കെ. x1 എത്രയാണ്? 0 ആണ്. അപ്പൊ നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു. നമുക്ക് ജൂൾസിൽ എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് K2 ഈസ് ഈക്വൽ ടു ഹാഫ് m v2 സ്ക്വയർ എടുക്കാം. ഇത് നമുക്ക് v2 സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ v2 വാല്യൂ. ഓക്കെ. v2 സ്ക്വയർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ അവിടെ നമ്മൾ x2ന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഹാഫ് ഇൻറ്റു
ഇതിപ്പോൾ ഹാഫ് കെ എക്സ് അല്ലേ, കെയുടെ വാല്യൂ എത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, നേരത്തെ ഇക്വേഷൻ തന്നെയാണ്. അത് നമുക്ക് കെയുടെ വാല്യൂ 5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇൻറ്റു കൊണ്ടുവരട്ടോ അതിൻ്റെ ഇടയിൽ, ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 0.100 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0250 ജൂൾസ് ആണ് എന്ത് ചെയ്ത് നമ്മൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തത്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലുള്ള വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന കാര്യം ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് ആൻസർ എന്താ കിട്ടിയത്, ജൂൾസ് ആണ് കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ഇവിടെ യുവിന്റെ വാല്യൂ കിട്ടി, നമുക്ക് നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമ്മുടെ ഈ ഒരു ഇക്വേഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തൂടെ, ഈ ഒരു ഇക്വേഷനിൽ 1ന്റെ ഇക്വേഷൻ. സോ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 0.0610 is equal to half m v2 square പ്ലസ് എത്ര കിട്ടും, എക്സ്റ്റേണൽ വർക്കിന്റെ വാല്യൂ. ഓക്കെ, നമ്മൾ ഇവിടെ കൊടുക്കുക മീൻസ് ഇത് രണ്ടും 0 ആണ് ഓൾറെഡി. ഓക്കെ, ഇവ രണ്ടുപേരും 0 ആണ്. നമ്മൾ ആ വർക്കിന്റെ ഇക്വേഷനിൽ എന്ത് ചെയ്തു, അവിടെ നമുക്ക് ഇവിടെ കിട്ടിയൊരു ഇക്വേഷൻ ഉണ്ട്, അതിന് ആൻസർ ഈ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ K2ന്റെ അതിനകത്ത് എന്തുണ്ട്, ആരുണ്ട്, അവിടെ V2 സ്ക്വയർ ഉണ്ട്, അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ യുവിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് half m v2 square is equal to 0.36 and that is v2 square is equal to root of 2 into 0.036 divided by 0.200 കിട്ടും, which is equal to എത്രയാണ്, റൂട്ട് ഇങ്ങോട്ടില്ല, which is equal to ആണ് 0.6 meter per second. ഓക്കെ, അപ്പോൾ v2 സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്, that is we are getting 0.6 meter per second ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് നമുക്ക് എന്ത് പറയാം, അതിന്റെ ആ ഒരു വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ രണ്ട് സിറ്റുവേഷൻ നമ്മൾ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ. അപ്പോൾ രണ്ട് കണ്ടീഷനിൽ എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും എന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഒരു മോഡലായിട്ട് മാത്രം ഇത് എടുക്കുക, ഇതുപോലെ തന്നെ ചോദിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ആ ഒരു മെയിൻ ടെക്സ്റ്റിൽ അത് കുറച്ചൊരു പ്രോബ്ലംസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറ്റുന്ന പ്രോബ്ലംസ് നിങ്ങളൊന്ന് ഒന്ന് ഒരു എന്താ എക്സാമ്പിൾസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ പറയുന്നത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം നോക്കുക. നമുക്ക് എങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്കൊരു ഇത് കിട്ടത്തില്ല. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനത്തെ ടൈപ്പാണെന്നൊരു ഇതില്ല. ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരു ക്ലിയർ ആയിട്ടുള്ള കാര്യം ഇതുവരെ ഒന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും ഒന്നുകൂടി നോക്കിയിട്ട് പറയാം. ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് ഒന്നും കറക്റ്റായിട്ട് ഒരു ഐഡിയ നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും നോക്കാം. നമുക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ പ്രീവിയസ്ലി നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇത്തരം പാറ്റേൺ നമുക്ക് ഇല്ലായിരുന്നു. ഒന്നോ രണ്ടോ വെക്ടേഴ്സിന്റെ മാത്രമേ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് എന്തെങ്കിലും നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു ലാസ്റ്റ് നിങ്ങളുടെ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആ ഒരു സെക്ഷൻ, ഓക്കെ, കേരള യൂണിവേഴ്സിറ്റി ഐസാ പറഞ്ഞത്, അത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഇതൊന്നും ഇല്ല. ഓക്കെ, അവർക്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് അവിടെ ഇല്ല. വർക്ക് എനർജിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ സിമ്പിൾ ആയിട്ട്, അതായത് മിക്കപ്പോഴും അത് നമുക്കൊരു വർക്ക് എനർജി തിയറി ഒക്കെ ചോദിക്കുന്നതൊക്കെ വെക്ടറൈസ് ചെയ്തിട്ട് വെക്ടേഴ്സിന്റെ ടേംസ് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ ചോദിക്കുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് എന്തായാലും ഇത് ഫസ്റ്റ് ടൈമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമുക്കൊന്നും അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് ഇന്റേണൽ എക്സാമിനൊക്കെ പല കോളേജസ് നടത്തിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് വേണമെങ്കിൽ നമുക്കൊരു റിവിഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഒരു ഇന്റേണൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഡിഫറെന്റ് കോളേജിൽ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നമുക്ക് അത് വെച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 5. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എ 200 കിലോഗ്രാം ലിഫ്റ്റ് വിത്ത് ബ്രോക്കൺ കേബിൾ ഇൻ എ ടെസ്റ്റ് റിംഗ് ഈസ് ഫോളിംഗ് അറ്റ് 4 meter per second. When its contact a cushion spring at which the bottom of the shaft is intended to stop the lift. The compression 0.2 meter as it does so. During the motion, a safety clamp apply constant force 7,000 Newton friction force to lift. What is necessary force constant for the spring? അതായത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2000 കിലോഗ്രാമുള്ള ലിഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിൽ നിന്ന് ഒരു കേബിൾ ബ്രോക്ക് ചെയ്ത് താഴോട്ട് വരുവാണ്. ഓക്കെ, ഫോളിംഗ് അറ്റ് 4.00 മീറ്റർ പെർ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു, താഴോട്ട് വരുന്നു. ഓക്കെ, വാല്യൂസ് ഇട്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഇതുണ്ട്, നോക്കാം. ഓക്കെ, അപ്പോൾ താഴോട്ട് വരുവാണ്. ഓക്കെ, അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ താഴെ എന്ത് ചെയ്യണം, ഒരു സ്പ്രിങ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സ്പ്രിങ് കാരണം വന്ന് ഫോൾ ചെയ്ത് താഴെ വീണ് പൊട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഷേക്ക് അത്രയും വരാതിരിക്കാൻ വേണ്ടി, ഷേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു സ്പ്രിങ് നമ്മൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് താഴെ. ഓക്കെ, അപ്പോൾ പൊട്ടിയാലും എന്ത് ചെയ്യും, വന്ന് ആ സ്പ്രിങ്ങിൽ എന്ത് ചെയ്യും, അവിടെ നിൽക്കും.
അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ നെസസറി ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ഫോർ ദ സ്പ്രിംഗ്. സ്പ്രിംഗ് എത്ര ഫോഴ്സ് കോൺസ്റ്റന്റ് ഉള്ള ഒരു സ്പ്രിംഗ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ യൂസ് ചെയ്യണം. ഓക്കെ, എന്തിനു ചെയ്യാൻ വേണ്ടിയിട്ടാ? ഇത് അവിടെ വന്ന് തട്ടുന്ന സമയത്ത് എന്തിനാ ക്യാച്ചപ്പ് ചെയ്യണമല്ലോ. ഇപ്പൊ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കുറഞ്ഞൊരു സ്പ്രിംഗ് ആണ് വെക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കാം? അതവിടെ പിടിച്ച് നിൽക്കത്തില്ല. ഓക്കെ, ആ ഒരു ക്വിഷൻ പോലെ നിൽക്കത്തില്ല. എന്ത് ചെയ്യും? താഴെ വന്ന് ഫോൾ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ ഒരു സിറ്റുവേഷൻ അവിടെ ചോദിക്കുന്നത്. That is, the problem involves the change in kinetic energy, gravitational potential energy, and elastic potential energy, and also the frictional energy. Okay, എല്ലാ എനർജീസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഫ്രിക്ഷൻ എനർജി ഉണ്ട്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ എനർജി ഉണ്ട്. ഇത്രയും എനർജീസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. So we have to use the complete equation, that is W other is equal to half m v2 square plus mgy plus half k y2 square. Okay, just minus half m v1 square plus mg y1 plus half k y1 square. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വാല്യൂസ് അവിടെ എടുക്കുവാണ്. നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡിറ്റർമിൻ ദ വാല്യൂ ഫോർ കെ. ഓക്കെ, കെയുടെ വാല്യൂ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ എടുക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് ദ പോയിന്റ് വൺ കറസ്പോണ്ട് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ലിഫ്റ്റ് ടച്ചസ് ദ സ്പ്രിംഗ്. ഓക്കെ, ആ ലിഫ്റ്റ് പൊട്ടി വീഴുവാണ്, കേബിളിൽ പൊട്ടി വീഴുന്നു. ആ ഒരു സ്പ്രിംഗിൽ ടച്ച് ചെയ്ത സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ അവിടെ പോയിന്റ് 1 ആയിട്ട് എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, y1 ക്യാൻ ബി ടേക്കൻ ടു ബി 0 ആൻഡ് ദ പോയിന്റ് 2 കറസ്പോണ്ട്സ് ദ കംപ്രസ്ഡ് പൊസിഷൻ ഓഫ് ദ സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ഒരു സ്പ്രിംഗ് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, സ്പ്രിംഗ് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ലിഫ്റ്റ് പൊട്ടി വീട് ഇവിടെ വരുവാണ്. ഓക്കെ, ബോക്സ് പൊട്ടി വീഴുന്ന വെച്ചോളൂ. വരുന്ന ഈ മീറ്റ് ചെയ്ത പോയിന്റ് എന്തായാലും എടുക്കുവാണ്. ഇതിനെ ഞാൻ അവിടെ പോയിന്റ് 1 ആയിട്ട് നോട്ട് ചെയ്തു. ഇനി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യാം? കംപ്രഷൻ വരാമല്ലോ, കംപ്രസ് ചെയ്യും. ഓക്കെ, കംപ്രസ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, ഇങ്ങോട്ടായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇതിനവിടെ പോയിന്റ് 2 എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെ 2 പോയിന്റ്സ് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി y2 മൈനസ് പോയിന്റ് 2 മീറ്റർ. ഓക്കെ, സോറി, 2.00 മീറ്റർ. ദ വെലോസിറ്റി ആ ഒരു കേസിൽ എന്തായിരിക്കും? പിന്നെ വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ഇല്ല. ഓക്കെ, കംപ്രഷൻ സ്റ്റേറ്റിലെത്തി. വെലോസിറ്റി എന്ത് ചെയ്തു? 0 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ വന്ന് വീഴുന്ന സമയത്ത് v1 വാല്യൂ 4 മീറ്റർ പെർ സെക്കൻഡും v2 വാല്യൂ എന്ത് ചെയ്യുന്നു? അത് 0 ആണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ദ ഫ്രിക്ഷൻ 7000 ന്യൂട്ടൺ ഫ്രിക്ഷൻ ഫോഴ്സ് ഓൺ ദ ലിഫ്റ്റ്. ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതില് തന്നെ നമ്മളൊരു സേഫ്റ്റി ക്ലാമ്പ് വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ച് ടെക്നിക്കലി പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ലിഫ്റ്റ് പൊട്ടി വീഴുന്നു. പൊട്ടി വീഴുന്ന സമയത്ത് പെട്ടെന്നൊന്നും വീഴാൻ പാടില്ലല്ലോ. അങ്ങനെ അഥവാ കേബിൾ പൊട്ടിയാലും വിത്ത് ഹോൾഡ് ചെയ്യാൻ എന്ത് ചെയ്തു? സേഫ്റ്റി ക്ലാംപ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? അഥവാ പൊട്ടിപ്പോയാലും പതുക്കെ എന്ത് ചെയ്യും? ലാൻഡ് ചെയ്യാവൂ എന്ന രീതിയിൽ സേഫ്റ്റി ക്ലാമ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റി ക്ലാമ്പ് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് ആണ് എത്രയെന്ന് പറയുന്നത്? 17,000 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 70,000 ന്യൂട്ടൺ ഇൻറ്റു ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ആ പോയിന്റ് സോറി 2.00. ഓക്കെ, ഇത് 2 മീറ്റർ ആണ് കേട്ടോ. ഇതൊക്കെ ചുമ്മാ വെറുതെ 00 കൊടുത്തിരിക്കുന്നത് 2 മീറ്റർ തന്നെയാണ്. ഓക്കെ, -2 മീറ്റർ. എത്ര കിട്ടും? -34,000 ജൂൾസ് ആണ് എന്ത് ചെയ്യും? നമ്മളുടെ വർക്ക് കിട്ടുന്നത്. പിന്നെ എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് കൈനറ്റിക് എനർജി ടേം, പൊട്ടൻഷ്യൽ എനർജി ടേം, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ടേം കാരണം താഴോട്ട് വന്ന് വീഴുന്നുണ്ട്. പിന്നെ എന്ത്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ടേം. ഓക്കെ, ഇനിഷ്യലിന്റെയും ഫൈനലിന്റെയും രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇനിഷ്യലും ഇത് ഫൈനലും. അപ്പോൾ ഫൈനൽ മൈനസ് ഇനിഷ്യൽ ചെയ്യുന്നു. ബാക്കി നമുക്ക് W അതറിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കെയുടെ വാല്യൂ കണ്ടോ? കോമൺ ആയിട്ട് ഇവിടെ നമുക്ക് വരും. ഓക്കെ, ഒരു 2k വാല്യൂ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കെയുടെ വാല്യൂ സോൾവ് ചെയ്യാം. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? മാസും അതുപോലെ തന്നെ നമ്മുടെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുക? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടാം? കെയുടെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാം. കെ ഈസ് ഈക്വൽ ടു 10600 എന്നാണ് എന്ത് കിട്ടുന്നത്? വാല്യൂ കെയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ ഇതുവരെ നോക്കുക, നമ്മൾ എന്ത് ചെയ്യാണ്? അവിടുത്തെ ഫ്രിക്ഷന്റെ കേസും അതുപോലെ തന്നെ എന്ത് ചെയ്തു? അവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ അവിടുത്തെ എന്തുകൂടെ എടുത്തിട്ടുണ്ട്? എലാസ്റ്റിക് പൊട്ടൻഷ്യൽ കൺസിഡറേഷൻ എടുത്തു. നമുക്കവിടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? നമുക്കവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് എന്ത് കിട്ടി? സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ 10600 എന്ന് നമുക്കവിടെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, ഓക്കെ. ഇവിടെ ഇവാലുവേഷൻ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് പോയിന്റ് 2 ഈസ് ഈക്വൽ ടു ഹാഫ് കെ y2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എലാസ്റ്റിക് പൊട്ടൻഷ്യൽ പോയിന്റ് 2 എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് 21
2000 ജൂൾസ്. ഓക്കെ, 21,200 ജൂൾസ് ആണ്, 200 അല്ല 200 ജൂൾസ് ആണ് എന്ത് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. That is, this is provided by the kinetic energy of the lift of the point, and half mv1 square is equal to എത്രയാണ് കിട്ടുന്നത്, 16,000 joules. Okay, this is seem to violate the energy conservation. This is because at the point of gravitational potential energy O is negative, so the total mechanical energy is point 2 is എത്രയാണ് ഇതിന്റെ ഡിഫറൻസ് കിട്ടും. എന്ത് ചെയ്യുവാണ് ഇവിടെ 18,000 ജൂൾസ് നമുക്ക് കിട്ടണം. ദാറ്റ് ഈസ് ദ ഇനിഷ്യലി നമുക്ക് എത്ര കിട്ടുന്നുള്ളൂ. അവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഫ്രിക്ഷൻ എനർജി അവിടെ എന്ത് ചെയ്യുവാണ്, അവിടെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ എനർജി എന്ത് ചെയ്യുവാണ്, അവിടെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അവിടെ ഈ ഒരു വേരിയേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ എനർജിയുടെ ഇൻഫ്ലുവൻസ്, ഫ്രിക്ഷൻ എനർജി അവിടെ അത് ഹീറ്റ് ആയി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഹീറ്റിന്റെ കൺവേർഷൻ പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് ഹീറ്റിലോട്ട് മാറ്റാത്ത, അല്ലെങ്കിൽ നമ്മളത് ഹീറ്റിന്റെ ടേംസിൽ ജൂൾസിലോട്ട് മാറ്റി സാധാരണ എഴുതാറുണ്ട്. ഓക്കെ, അത് നോക്കി വെച്ചിരിക്കുക. ഇതിപ്പോ നമുക്ക് എന്താ വന്നത്, ജസ്റ്റ് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യേണ്ടി വന്നു, കെയുടെ വാല്യൂ. ഓക്കെ, ഈ വായിച്ചെടുക്കേണ്ട കാര്യങ്ങൾക്ക് ഒന്ന് വായിച്ചെടുക്കാനായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം കാണുമ്പോൾ ഒരുപാട് കിടക്കുന്നു തോന്നും, പക്ഷെ നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ട കെ മാത്രമാണ്. അപ്പൊ അത് ബേസ് ചെയ്ത് ഇക്വേഷൻസ് എടുക്കാനായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ മെയിൻലി ഇതിനകത്ത് നോക്കേണ്ടത്. ഓക്കെ, എന്താണ് ആ ഒരു കേസ് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കിയിരിക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നമ്മളുടെ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു 3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി നോർമലി ആദ്യം നമ്മൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ കേസ് മാത്രം പറഞ്ഞു. പിന്നെ എന്തുകൂടി മെൻഷൻ ചെയ്തു, നമ്മൾ അതിന്റെ ടോട്ടൽ എനർജി എന്ന് വരുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് എനർജീസ് അല്ലെങ്കിൽ മറ്റ് ബർഡൻ കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസോടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് എന്ന കേസ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മെൻഷൻ ചെയ്തു. കാരണം ചില സമയത്ത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വരാം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വരുന്നു, അത് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ എനർജി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷൻ എനർജിയും ഗ്രാവിറ്റേഷണൽ എനർജി ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ അല്ലെങ്കിൽ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് മറന്നുപോകും. ഓക്കെ, അവിടെ ആകെ ഹാഫ് കെ എക്സ് സ്ക്വയർ, ഹാഫ് എം വി വൺ സ്ക്വയർ, എം വി ടു സ്ക്വയർ, ആ വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുള്ളൂ. ആ ഒരു അതർ വർക്ക് കൂടി ഉണ്ടെന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. നമുക്ക് ഇതിൽ ഇനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടോപ്പിക് നമുക്ക് അവിടെ വരുന്നത്, അതായത് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് അടുത്തൊരു ടോപ്പിക്കാ, കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. ഓക്കെ, അതിലെ വർക്കും ആ ഒരു കാര്യങ്ങൾ നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് നോക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്.